പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മയണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു മുട്ട, പിന്നെ സൺഫ്ലവർ ഓയിൽ, പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് വിനാഗിരിയും കൂടെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സിർക്ക അതിൻ്റെ ഒരു അടപ്പിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അത്രേ ആവശ്യമുള്ളൂ. പിന്നെ ഇതാ ഒരു നുള്ളു ഉപ്പ് എടുക്കുന്നുണ്ട്. അത് ഒത്തിരി ഒന്നും ഇടണ്ട, ഒരു കാൽ ടീസ്പൂൺ തന്നെ ആവശ്യമില്ല. അതുപോലെ തന്നെ പഞ്ചസാരയും ഈ സ്പൂണിൽ അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇവിടെ ഞാൻ 1/4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്, എന്നിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവുന്ന വരെ നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അടിച്ചു കൊടുത്തോണ്ടേയിരിക്കണം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, പിന്നെ പതിയെ കുറച്ചായിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മയണൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടും. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഈ ഒരു ബൗളിൽ മയണൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമായി. വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും താങ്ക് യു.